എൻ്റെ പേര് സജിനി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കള്ളാർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ അവിടെ 28 വർഷമായിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ KG സെക്ഷനിൽ ജോലി ചെയ്യുമായിരുന്നു. ഞാൻ ഒരു 5 വർഷം മുമ്പാണ് ഞാൻ കൃപാസന പത്രത്തിലൂടെയാണ് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത്. ഞാൻ ആ പത്രം വായിച്ചപ്പോൾ മുതൽ എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം, അവിടെ പോയി മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കൃപാസനത്തിൽ ഒന്നും പോകണ്ട, നീ ഇവിടെ മാതാവുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇഷ്ടമില്ലാതിരുന്നുകൊണ്ട് ഞാൻ എന്താണ് ഉടമ്പടിയെന്നോ അല്ലെങ്കിൽ എന്താണ് ഉടമ്പടി പുതുക്കുന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആ സമയങ്ങളിലെല്ലാം കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്കാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അന്ന് എൻ്റെ ഹസ്ബൻഡിനൊരു ചെറിയ കടയുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൊണ്ടൊന്നും എനിക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം മാതാവ് ഞങ്ങളെ ആരെങ്കിലും ഒന്ന് എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ വന്ന് എന്നോട് പറഞ്ഞു, ഇറ്റലിയിലേക്ക് പോകാനുള്ള ഒരു പേപ്പറിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പേപ്പറും ക്യാഷും എല്ലാം അവരെ കൊടുത്തു. പക്ഷേ 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ വന്ന് എൻ്റെ പേപ്പറെല്ലാം അവിടെ റിജക്റ്റായി. എങ്കിലും ഞാനിവിടെ വന്നിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇതേ ഏജൻറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഇനി പോകാൻ താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഇനി ആദ്യമേ പേപ്പർ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, ബെന്നിച്ചേട്ടൻ വേണമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം ആലോചിച്ച ശേഷം ബെന്നിച്ചേട്ടൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോകാം എന്ന് പറഞ്ഞ് ബെന്നിച്ചേട്ടൻ പേപ്പറും പാസ്പോർട്ടും ക്യാഷും കൊടുത്തു. ക്യാഷ് കൊടുത്ത് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വെഞ്ചേട്ടൻ്റെ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയായി. വെഞ്ചേട്ടൻ 2022 നവംബർ മാസം 14-ാം തീയതി 6 മാസത്തെ വിസിറ്റിംഗ് വിസയോടുകൂടി ഇറ്റലിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണമായിരുന്നു. ഞാൻ അമ്മയോട് അത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അന്നേരം എന്നോട് തടസ്സമൊന്നും പറഞ്ഞില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു ടീച്ചറൊക്കെ ആയതുകൊണ്ട് എനിക്ക് ലീവിനൊക്കെ ഒത്തിരി തടസ്സമുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ ഹസ്ബൻഡ് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ എൻ്റെ മൂത്ത മകള് ഇവിടെയാണ് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, കൊച്ചു വരുമ്പോൾ നീ കൊച്ചിനെയും കൂട്ടി കൃപാസനത്തിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെക്കേഷനിൽ മോള് വന്നപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും ഞാനുമായിട്ട് കൃപാസനത്തിൽ വന്നു. കൃപാസനത്തിൽ വന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു. ഇവിടെ എനിക്ക് കാലുകുത്താൻ സാധിച്ചതിനാണ് ഞാൻ ആദ്യം മാതാവിനോട് നന്ദി പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും തിരിച്ചു പോയി. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്നപ്പോൾ എല്ലാവരും ഉടമ്പടി എടുത്തു, ഉടമ്പടി പുതുക്കുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലും ആഗ്രഹം തോന്നി ഉടമ്പടി എടുക്കണമെന്ന്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു ഇത് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ചെന്ന് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം അടുപ്പിച്ച് ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, വചനമൊക്കെ വായിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കും ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്നു. അങ്ങനെ മെയ് മാസം 25-ാം തീയതി ഇവിടെ ഞാനും വെക്കേഷന് എൻ്റെ മോള് ഈസ്റ്ററിൻ്റെ വെക്കേഷന് വന്നപ്പോൾ ഞാനും എൻ്റെ 2 മക്കളും വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിൽ ആദ്യത്തെ നിയോഗം ഈ ഉടമ്പടിയിലൂടെ എന്നെ ദൈവസ്നേഹത്തിലേക്ക് ഉയർത്തണേ എന്നായിരുന്നു. 2ാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡ് 6 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് ഇറ്റലിയിലേക്ക് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇത് ഇനി മുന്നോട്ട് ഇപ്പോഴൊന്നും പേപ്പർ കിട്ടിയല്ല, ഇനി എന്നാണോ ഓപ്പൺ പേപ്പർ അവിടെ ഇറങ്ങുന്നത് ആ സമയത്ത് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നാണ്.
അപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവ് എത്രയും പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനെ പേപ്പറാക്കി ഇവിടെ തിരിച്ചു വരാൻ മാതാവ് അനുഗ്രഹിക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അത് കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തോളാമെന്ന് ഞാൻ നേർന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാൻ ഉടമ്പടിയെല്ലാം പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ജൂൺ മാസമൊക്കെ ആയപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇത് പേപ്പർ ആകുന്നൊന്നും തോന്നുന്നില്ല, ഇനി ഇത് ഓപ്പൺ പേപ്പർ ആക്കണം. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസം പുതുക്കേണ്ട സമയത്ത് ഒരാഴ്ച മുമ്പ് ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വെഞ്ചേട്ടന് കിട്ടിയ ഫാമിലി നല്ലൊരു കുടുംബമായിരുന്നു, അവർ തന്നെ കോൺട്രാക്റ്റ് വെക്കാമെന്നും ഫിംഗറിനുള്ള ഡേറ്റും കിട്ടി. അങ്ങനെ ഞാനിവിടെ ശനിയാഴ്ച വന്ന് ഉടമ്പടി പുതുക്കി ഞായറാഴ്ച വീട്ടിൽ ചെന്ന് ഞാൻ തിങ്കളാഴ്ച എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ തിങ്കളാഴ്ചയായിരുന്നു വെഞ്ചേട്ടൻ്റെ ഫിംഗർ. അപ്പം ഞാൻ രാവിലെ വിശുദ്ധ ബലിയിലെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ കൃപാസന പത്രം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൃപാസന പത്രം എടുത്തുകൊണ്ട് പറഞ്ഞു, മാതാവേ, ഞാൻ ഈ പത്രത്തിലൂടെയാണ് നിന്നെ അറിഞ്ഞത്. അപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണ്, ഞാൻ ആ ഫോട്ടോയുടെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ കൃപാസന പത്രത്തിലൂടെയാണ് അമ്മ മാതാവിനെ അറിഞ്ഞത്. അപ്പം അമ്മ മാതാവേ, ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അങ്ങ് നടത്തി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് പോയി. അന്ന് ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. അപ്പം ഞാൻ എനിക്ക് എക്സാം ഹാളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒന്നും പറ്റിയില്ല. ഉച്ചയായപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ സ്കൂൾ ബസ്സിൽ നിന്നപ്പോൾ എന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ഇറ്റാലിയൻ ഓഫീസിലേക്ക് പോവുകയാണ്, നീ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിളിച്ച പാടെ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ്, നമ്മുടെ കൃപാസന മാതാവ് ഇറ്റലിയിലെ ഓഫീസുകാരുടെ കണ്ണ് കെട്ടി എന്നോട് ഒന്നും ചോദിച്ചില്ല. എൻ്റെ കയ്യിൽ പാസ്പോർട്ടും കോൺട്രാക്റ്റിൻ്റെ പേപ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ സുജോർണ നിങ്ങളുടെ കയ്യിലെത്തും, നിങ്ങൾ പൊക്കോളാമെന്ന് പറഞ്ഞു. അമ്മ മാതാവ് ഞങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റി. അങ്ങനെ 3 മാസം കഴിഞ്ഞ് പിന്നെയും എനിക്ക് പുതുക്കേണ്ട ഡേറ്റ് വന്നപ്പോൾ ഞാൻ വെഞ്ചേട്ടനോട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പുതുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്തായിരുന്നു സുജോർണ കിട്ടിയിരുന്നത്. അപ്പോൾ സുജോർണ മേടിക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, പിന്നെ നീ പ്രാർത്ഥിക്കണം, ചിലപ്പോൾ സുജോർണ കിട്ടുമ്പോൾ ചിലപ്പോൾ 6 മാസത്തേക്കായിരിക്കും, 2 കൊല്ലത്തേക്കായിരിക്കും, 3 കൊല്ലത്തേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതൊന്നുമല്ല, മാതാവ് എന്നെ 3 എന്നുള്ള സംഖ്യയാണ് കാണിക്കുന്നത്, നമുക്ക് 3 വർഷത്തേക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ സുജോർണ മേടിക്കാൻ വേണ്ടി ഇറ്റാലിയൻ ഓഫീസിലേക്ക് ചെന്നപ്പോൾ തുറന്നു നോക്കിയപ്പോൾ 3 വർഷത്തെ സുജോർണയും 10 വർഷത്തെ റെസിഡൻസും കിട്ടി. എൻ്റെ ഹസ്ബൻഡിനെ മാതാവ് അനുഗ്രഹിച്ചു. 1000 നന്ദി. അതുപോലെ അതിനുശേഷം പേപ്പർ കിട്ടിയതിന് ശേഷം ജനുവരിയിൽ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിൻ്റെ പേപ്പറും കൂടെ നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പേപ്പർ വെച്ചതിന് ശേഷം വെഞ്ചേട്ടൻ ഇങ്ങോട്ട് പോരേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ഈ കഴിഞ്ഞ മാസം 27-ാം തീയതി എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ നീ ഹസ്ബൻഡ് ഇവിടുന്ന് തിരിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ പേപ്പർ വർക്കൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അവിടുത്തെ എല്ലാ ഇറ്റാലിയൻ പേപ്പറുകളും ശരിയായി അതിൻ്റെ നുള്ളോസ്തിയായിട്ടാണ് കഴിഞ്ഞ മാസം 27-ാം തീയതി ഹസ്ബൻഡ് നെടുമ്പാശ്ശേരിയിലുള്ള എയർപോർട്ടിൽ വരികയും ഞങ്ങൾ 3 പേരും അവിടുന്ന് ടാക്സി പിടിച്ച് 27-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ 7:30 മണിയോടെ കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിന് നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. അത് കഴിഞ്ഞ് ഇവിടെ എത്തി ഈ പേപ്പറൊക്കെ ആയിട്ട് വന്നപ്പോൾ എൻ്റെ 1 സെയിമിന് വ്യത്യാസമുണ്ട്, പേരിനൊരു വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതും കൂടെ വന്നെങ്കിൽ മാത്രമേ എൻ്റെ ഇവിടെ വിസ അടിക്കുകയുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ കൃപാസനത്തെ സാക്ഷ്യം പറയാൻ പോവുകയാണ്, അതിന് മുമ്പ് തന്നെ എൻ്റെ ഈ 1 സെയിമും കൂടെ എനിക്ക് മാതാവെ ശരിയാക്കി തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോരുന്നതിന് മുമ്പ് രാവിലെ ഞങ്ങൾ കോട്ടയത്തോട്ടുള്ള ഏജൻസിയിൽ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ 1 സെയിം വന്നു, 31-ാം തീയതിയിലേക്ക് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ മാതാവിനോട് ഇത്രയേ പ്രാർത്ഥിച്ചിട്ടുണ്ടായുള്ളൂ, എൻ്റെ ഹസ്ബൻഡിനെ എങ്ങനെയെങ്കിലും പേപ്പറോടുകൂടി ഇറ്റലിയിൽ നിന്ന് നാട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവ് എന്നെയും കൂടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റി. അമ്മ മാതാവിന് 1000 നന്ദി. അതുപോലെ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ നിയോഗം വെച്ചപ്പോൾ എൻ്റെ മോൾ +2 എക്സാം എഴുതി നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾ ഫസ്റ്റ് ഇയറിൽ ഫിസിക്സിനൊക്കെ ഫെയിലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ കുഞ്ഞിനെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണമേ,
80% മാർക്ക് തന്ന് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ അമ്മ കൃത്യം 80% തന്ന് അമ്മ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ മൂത്ത മകൾ BSc നേഴ്സിങ്ങിന് 4th ഇയർ പഠിക്കുമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല, പഠിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അവൾ പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന് മാത്രമാണ് അവൾ പറഞ്ഞിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾ ഫസ്റ്റ് ക്ലാസ് നൽകി. അമ്മ മാതാവ് അവളെ അനുഗ്രഹിച്ചു. അതുപോലെ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. ആ അസുഖങ്ങളെല്ലാം മാറ്റി അമ്മേനെയും ദൈവം അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അമ്മ മാതാവ് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റി. നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് 1000 നന്ദി. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഇവിടുന്ന് ആദ്യം ഉടമ്പടി എടുത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ കൃപാസന പത്രം കൊടുത്തപ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിച്ചു, ടീച്ചർ കൃപാസനത്തിൽ പോയി അല്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയി എന്ന് പറഞ്ഞു. അപ്പം അവർ ചോദിച്ചു, ഇതെങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അന്നേരം ഞാൻ നിങ്ങളെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ 8-9 പേരെയും കൊണ്ടാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് വന്നത്. അതുപോലെ ഞാൻ കൃപാസനത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ അവിടെ അമ്പലത്തറയിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ആശ്രമമുണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങൾ 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ അവരോടെല്ലാം പറഞ്ഞ് ഞങ്ങൾ ക്യാഷ് എല്ലാം കളക്ട് ചെയ്ത് ഇതുപോലെ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ട് ഞങ്ങൾ അവരെ സഹായിക്കുമായിരുന്നു. അതുപോലെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നവരുടെ കയ്യിലും ഞാൻ പൈസ എല്ലാം കൊടുത്ത് കൃപാസന പത്രം വാങ്ങി ഞാൻ മറ്റുള്ളവർക്ക് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കുമായിരുന്നു. അതുപോലെ വിശുദ്ധ വസ്തുക്കൾ ഞാൻ ഇവിടെ നിന്ന് ഇറ്റലിക്ക് പോകുന്നവരുടെ കയ്യിൽ ഞാൻ ഉപ്പും തേനെല്ലാം കൊടുത്ത് ഞാൻ വിടുമായിരുന്നു. അവരതെല്ലാം വെച്ചായിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ ഞാൻ എൻ്റെ മക്കൾക്കും ഇതുപോലെ വിശുദ്ധ വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഈ 1 വർഷവും 5 മാസവും ത്തിനിടയിൽ തന്നെ അമ്മ മാതാവ് ഞങ്ങളെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിന് 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും. അനുഭവ സാക്ഷ്യത്തിൽ നമുക്കിത് തന്നെയല്ലേ മനസ്സിലാകുന്നത്? ദൈവം എങ്ങനെ നമ്മെ താങ്ങി നടത്തുന്നു. ഈ കുടുംബത്തിൻ്റെ കടഭാരം, ഒരാൾക്ക് പോകുവാൻ വിദേശത്തേക്ക് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തില്ല. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നത് വെർച്വൽ ഉടമ്പടി, അതായത് ഇവർ ഉടമ്പടി യഥാർത്ഥത്തിൽ എടുക്കുന്നതിന് മുൻപേ തന്നെ ഇവർ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. ഈ ഉടമ്പടിയിൽ പറയുന്ന നിബന്ധനകളൊക്കെ തനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഈ മകള് ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുവാൻ തുടങ്ങി. പ്രാർത്ഥന, ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന അങ്ങനെയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. പിന്നീടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് പോകാനുള്ള വഴികൾ തെളിയുന്നു. ഹസ്ബൻഡ് പോയതിന് ശേഷം പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും നാം വിവരിച്ച് കേട്ടു. ഇന്ന് വൈഫും കൂടെ പോവുകയാണ്. കുടുംബത്തെ ഒന്നാകെ എങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളുണ്ട്. നാം ആരും പറഞ്ഞിട്ടല്ല, ഉടമ്പടി എടുത്തവരൊക്കെ തന്നെ അവർ 3-4 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ അവരൊരുമിച്ച് ഗ്രൂപ്പുണ്ടാക്കുന്നു. അങ്ങനെ ഒരുമിച്ച് പോയി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു, പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ സ്വയമായിട്ടുള്ള ബോധ്യത്തിലൂടെ ഓരോരുത്തരും ചെയ്യുകയാണ്. ഇവിടെ ഈ മകൾ പിന്നീട് ഉടമ്പടി എടുക്കാനായിട്ട് ഈ മകളോടൊപ്പം കൊണ്ടുവരുന്ന വ്യക്തികൾ, അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ ഇന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ ഈ കുടുംബം മഹത്വപ്പെടുത്തുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.